മണിച്ചിമിഴിൽ പനിനീർത്തുള്ളിപ്പോ വെറുതെ പെയ്തു നിറയും രാത്രി മഴയാ ഓർമ്മകൾ മനസ്സിൻ മണിച്ചിമിഴിൽ പനിനീർത്തുള്ളിപ്പോ വെറുതെ പെയ്തു നിറയും രാത്രി മഴയാ ഓർമ്മകൾ മനസ്സിൻ മണിച്ചിമിഴിൽ നിറസന്ധ്യ നേർക്കുമീരാവും ദൂരെ ദൂരെ എങ്ങാനും ഒരു മൈന മൂളുമീ പാട്ടും ഒരു മാത്രമെൻ്റെ മൺകൂടിൻ ചാരാത്ത വാതിൽക്കൽ വന്നെത്തിയെന്നോടു മിണ്ടാതെ പോകുന്നു മനസ്സിൻ മണിച്ചിമിഴിൽ അന്തിവിണ്ണിലെ തിങ്കൾ നറുവെണ്ണിലാവിനാൽ മൂടി മെല്ലെ എന്നിലെ മോഹം കണിമുല്ല മുണ്ടുകൾ ചൂടി ഒരു രുദ്രവീണ പോലെ എൻ മൗനം ആരോ തൊടാതെ തൊടുമ്പോൾ തൊടുമ്പുന്ന ഗന്ധർവ സംഗീതമായി മനസ്സിൻ മണിച്ചിമിഴിൽ പനിനീർത്തുള്ളിപ്പോ വെറുതെ പെയ്തു നിറയും രാത്രി മഴയാ അജ്മൽ എങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് പാടാൻ പറ്റിയോ? കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ചോദിക്കാം. സുജാ ചേച്ചി. അജ്മൽ എനിക്ക് വലിയ ഇഷ്ടമായി. ആ സ്ഥലം ദാസന്റെ ശബ്ദം കേൾക്കണോയോ. അജ്മലിന്റെ ഒരു എനിക്ക് സന്തോഷമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞങ്ങളെപ്പോഴും പറയും എക്സ്പ്രഷൻസ് ഇനിയും വേണം ഫ്ലാറ്റ് സിംഗിങ് ആണെന്ന്. പക്ഷെ അജ്മൽ ഒരുപാട് അതിൽ വർക്ക് ചെയ്തു, അത് കാണുന്നുണ്ട്. ചെറിയ എൻഡിങ് ഒക്കെ ചെറിയ സംഗതി നിർത്തിയത് അത് കുഴപ്പമില്ല, അത് വരും.
കേട്ടറിയാം. പിന്നെ സെക്കൻഡ് ചരണം എൻഡിങ് ഉഗ്രനായിരുന്നു. ഞാൻ എൻഡിങ്സ് ഒക്കെ പല്ലവിയുടെ എൻഡിങ് ഒക്കെ ഒന്നും കൂടെ ആ നിർത്തണ സ്ഥലമില്ലേ, പല്ലവി കൊണ്ട് നിർത്തണം, ഒന്നും കൂടെ ക്ലാരിറ്റി വരാം. അതർവൈസ് എനിക്ക് നെഗറ്റീവ്സ് ഒന്നും പറയാൻ മനസ്സ് വരുന്നില്ല, എനിക്ക് അത്ര ഇഷ്ടം. താങ്ക് യു ചേച്ചി. ശരത് സർ. അജ്മൽ സർ, എനിക്കും കുറേ ഇഷ്ടമായിരുന്നു. എന്താ പാട്ട് തരേണ്ട ഒരു വികാരം ഷുവറായിട്ട് കിട്ടിയിട്ടുണ്ട്. ചലനത്തിലൊക്കെ ആ മണ്ണൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ട്. അതൊക്കെ ശരിയായിക്കൊള്ളാം കേട്ടോ, പാടി. പിന്നെ അജ്മൽ ഈ വെറുതെ എങ്ങനെയാ പാടുന്നത്? വെറുതെ അങ്ങ് പാടുകയാണോ? ചെമിഴിൽ നീർത്തുള്ളിപ്പോ വേറുതേ. അത് അങ്ങോട്ട് കാണിക്കണ. വേറുതേ പെയ്തു നിറയും രാത്രി ഓർമ്മകൾ, വേറുതേ പെയ്തു നിറയും. അത് കുറച്ചും കൂടെ ക്ലാരിറ്റി കേട്ടോ. പിന്നെ മണ്ണൊന്ന് പാടുന്നു. ഒരു മാത്രമെന്റെ മൺകൂ. അത് ശരിയാക്കണം കേട്ടോ. അതേ ഉള്ളു പറയാൻ, വേറെന്ത് പറയാനാ? ലാസ്റ്റ് ഓർമ്മ, അത് എൻഡിങ്ങോടൊന്ന് പാടി നമുക്ക് അവസാനിപ്പിക്കാം. രാത്രി മഴയാ ഓർമ്മകൾ. അജ്മലിന് പാടിയിട്ട് ഇഷ്ടമായല്ലേ? കുറേ ഇഷ്ടമായോ? അത്രയ്ക്ക് ഇഷ്ടമായോ? അതിനേക്കാൾ ഇഷ്ടമായ എനിക്ക്. താങ്ക് യു ശരത് സർ. ശ്രീനി സർ. വാം അപ്പ് പ്രോബ്ലം ഉണ്ടായിരുന്നു പല്ലവി, ബട്ട് ചരണം ഫ്രം ഫസ്റ്റ് ചരണം സൂപ്പർ. സെക്കൻഡ് ചരണം വേറൊരു ലെവലിലെത്തി. എനിക്ക് ഫീൽ കൊണ്ട് സുജു പറഞ്ഞ പോലെ ഫീൽ യു റിയലി ബ്രോഡ് ഔട്ട്. അത് പല്ലവിയിൽ വന്നില്ല, പല്ലവിയിൽ കയറിയില്ല. ഫസ്റ്റ് ചരണം തൊട്ടാണ് ശരിക്കും അകത്ത് കയറിയത്. സാറ് പിന്നെ ഈ പാട്ടിന് പ്രത്യേകം സാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഹെൽപ്പ് ചെയ്തത്? ഞാൻ ആദ്യം ഇങ്ങനെ പാടിക്കൊണ്ട് മനസ്സിൻ അങ്ങനെ പാടിക്കൊണ്ട് വാ തുറന്നിട്ട് മനസ്സിൻ അങ്ങനെ ആ ടെക്നിക്സ് ഓക്കെ. പക്ഷേ ആ പാട്ടിൻ്റെ വികാരം എന്ന് പറഞ്ഞില്ല ശരത്ത്, അതിലേക്ക് വന്നു സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ. ബട്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദാസേടൻ പാടിയത് കേട്ടല്ലോ, ദാറ്റ് ഫീൽ യു ഷുഡ് ഗെറ്റ്. യു ഗോട്ട് ഇറ്റ് ഓൾമോസ്റ്റ്. ഗുഡ് ലക്ക്. താങ്ക് യു ശ്രീനി സർ. ശരത് സർ. എന്താണ് രഞ്ജിനി? ശരത് സാറോട് പുതിയൊരു സംഭവം അജ്മൽ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ കേട്ടു. ഞാൻ മാർക്ക് എഴുതണമെങ്കിൽ അത് കണ്ടാൽ മാത്രമേ മാർക്കുള്ളൂ അജ്മലിന്. സാറ് കറക്റ്റ് അറിയില്ല, എന്നാലും അറിയണ ചെയ്യാം. ആ കൺകൊള്ള കാഴ്ച പാക്കുന്നതുക്കാக நாங்கள் வேண்டிக்கொண்டிருக்கிறோம் கடவுளை. ചെയ്യാം. മതി. സൂപ്പർ. അജ്മൽ ഇന്ന് പാടിയത് ബിനുസർ കേട്ടല്ലോ. ഞങ്ങൾ പ്രാക്ടീസ് സെഷനിൽ അജ്മലിൻ്റെ അടുത്ത് പറഞ്ഞത് അജ്മലിൻ്റെ ടോണിൻ്റെ ക്വാളിറ്റി, അതിനെക്കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ടാവാനായിട്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞു വരുന്ന കാര്യം. അത്ര നല്ല ടോണുണ്ട്, അത് ഗിഫ്റ്റഡ് ആണ്. അതിനെ എത്ര ഫലവത്താക്കി കൊണ്ടുവരാം, അതിന് ആർട്ടിക്കുലേഷൻ എങ്ങനെ ഭംഗിയാക്കാം, അത് ഞങ്ങൾ ചർച്ചയില്ല. വരും ദിവസങ്ങളിൽ അത് നന്നായി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അജ്മൽ എന്നാലും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക് യു സാർ. താങ്ക് യു ബിനുസർ. മനു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു എക്സിക്യൂട്ടീവ് പാട്ട് പാടുന്നത് ഞാൻ കേൾക്കുന്നത്. ഓഫീസിൽ പോകുന്ന വഴി പാടിയിട്ട് പോകുന്ന അതാ. ഇത് സിമ്പിൾ ഡ്രസ്സാണ് മനു അജ്മലിന്റെ. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. കൈയൊക്കെ ഉണ്ട്, ഊരി വെച്ചിരിക്കുക. അമേസിംഗ് വോയിസ്. താങ്ക് യു മനു. നമുക്കിനി മാർക്സ് അറിയാം. സുജാ ചേച്ചി. വളരെ 28 on 30. താങ്ക് യു ചേച്ചി. ശ്രീനി സർ. 28 on 30. താങ്ക് യു ശ്രീനി സർ. ശരത് സർ. 28 on 30. താങ്ക് യു ശരത് സർ. 84 on 90. ഇനി 10 എത്ര മാർക്കാണെന്ന് നോക്കാം. 8 on 10 and your total overall is 92 on 100. ആഹാ, ഇപ്പോഴാണ് പല്ലുകൊണ്ടൊന്ന് ചിരിച്ചത് അജ്മല്.